നെൽപ്പാടങ്ങളിൽ അത്രയും ഒരു നിയന്ത്രണവുമില്ലാതെ കളിമൺ ഖനനം തുടങ്ങിയപ്പോൾ നെന്മണിക്കര പഞ്ചായത്തിലെ 80 ഹെക്ടറിലധികം വരുന്ന നെൽവയലേലകൾ 10 ഹെക്ടറിൽ താഴെയായി ചുരുങ്ങി. ഇതോടെ കാർഷിക വൃത്തി ഉപേക്ഷിക്കാൻ നെന്മണിക്കരക്കാർ നിർബന്ധിതമായി. പിന്നെ ഈ പാടങ്ങൾ കേന്ദ്രീകരിച്ച് തഴച്ചു വളർന്നത് ഓട് വ്യവസായമാണ്. ഈ ഘട്ടത്തിലാണ് അവശേഷിക്കുന്ന പാടശേഖരങ്ങളിലെങ്കിലും കൃഷി തിരിച്ചു കൊണ്ടുവരുവാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു യുവസംഘം തീരുമാനിച്ചത്. ഇത്രയും വയലുകൾ നഷ്ടപ്പെട്ടെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ഞങ്ങളുടെ പരിഷത്ത് യൂണിറ്റ് തീരുമാനിച്ചപ്പോൾ നമുക്ക് കൃഷി ചെയ്യാം. തരുന്ന ആൾക്കാരും ചോദിച്ച് കൃഷി ചെയ്യാം. ഞങ്ങളിതൊരു സമരമോ വെല്ലുവിളിയോ ഒന്നുമല്ല. സമീപത്തെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും കർഷക തൊഴിലാളികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തുപിടിച്ചപ്പോൾ കൊയ്ത്തുത്സവം കാർഷിക പാരമ്പര്യത്തിന്റെ വീണ്ടെടുക്കലായി. അവശേഷിക്കുന്ന നെൽവയലുകളിലും കൃഷിയിറക്കാനുള്ള തീരുമാനത്തിലാണ് ഈ യുവ കൂട്ടായ്മ. നല്ല നെൽമണികൾ മാത്രം വിളയുന്നിടം എന്ന നെന്മണിക്കരയുടെ സ്ഥലനാമ സവിശേഷത തിരിച്ചുപിടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.